സൂര്യപ്രകാശം നിലത്തിരുന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. 9 ആളുകൾ 10 ആളുകൾ ഒരുമിച്ച് ഉസ്താദിനെ കാണാൻ വന്നിട്ട് അവരൊക്കെ ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവര് കുടിച്ച ഗ്ലാസിന്റെ അറ്റത്തിരിക്കുന്ന ചായയുടെ അല്പം തുള്ളികൾ 9 ആളുടെയും ഗ്ലാസ്സിൽ നിന്ന് ഉസ്താദിന്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുടിക്കും, വൃത്തിയാക്കി കുടിക്കും. ഒരു തരി ഭക്ഷണം നിലത്ത് കഴിയില്ല, കളയില്ല. അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം മഗ്‌രിബിന്റെ സമയത്ത് എന്നപ്പോ എന്നോട് പറഞ്ഞു, മോനെ സംസാരിക്കണമെന്നും ഇവിടുത്തെ സലാത്ത് മജ്‌ലിസിനെ കുറിച്ചൊക്കെ കുറെ പറയണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല. നമുക്കൊക്കെ ദിക്ർ ചൊല്ലണ്ടേ മോനെ, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണ്ടേ. ഇന്നത് ചൊല്ലിയാൽ തബ്ലീഗുകാരായി നമ്മളൊക്കെ. അതൊരു സംഘടനയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കാൻ ആരാ പറഞ്ഞത്? നമ്മൾ ചൊല്ലണ്ടേ. മഗ്‌രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 101 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദി ചൊല്ലാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലാൻ പറഞ്ഞു. ഇതൊന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ വലിയ ധീരന്റെ ആളുകളാണ്. പള്ളിയിലെ മൗലവിമാരെ, കമ്മിറ്റിക്കാരെ, നാട്ടുകാരെ മൊത്തം പച്ചയ്ക്ക് വെട്ടി തിന്ന് നാട് പെണ്ണ് നടക്കാറില്ലാതെ അല്ലാഹുവിന്റെ അടുത്ത് പറയാൻ ധൈര്യമുണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ, മനസ്സ് നിറഞ്ഞൊരു സുബ്ഹാനല്ലാഹ് പറയാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ ധീരന്റെ ആളുകളായിട്ട് അങ്ങ് വിപ്ലവം നടത്തുക. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അല്ലാഹു തന്ന ഈ നാവും അല്ലാഹു തന്ന ഖൽബും ഒക്കെ രോഗം കാരണം അറിയാതെ 24 മണിക്കൂർ ദിക്ർ ചൊല്ലി പോകുന്ന ഒരു സമയം വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ, ഇന്ന് വിളിച്ചു പറഞ്ഞതാ മൂതലയിൽ നിന്നാണ് ഉസ്താദെ വിളിക്കുന്നത്. ഉസ്താദ് എത്താറായോ? ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോ 8 വയസ്സുള്ള പൊന്നുമോന് തലയിൽ ബാധിച്ച രോഗവുമായി ബന്ധപ്പെട്ട് വെല്ലൂര് CMC ഹോസ്പിറ്റലിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ പൊന്നുമോന്റെ വാപ്പ വിളിച്ചു പറഞ്ഞതാണ്, മൂതലയിലെ നൗഷാദ് ബാഖവി ഉസ്താദ് എന്ന് വരുമ്പോ എന്റെ മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവേ, ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ആ പൊന്നുമോനെ 8 വയസ്സേ ആയിട്ടുള്ളെങ്കിലും 10ഉം 18ഉം വയസ്സായ ആളുകൾ സംസാരിക്കുന്ന പോലെയുള്ള ശബ്ദമായ ശബ്ദം മാറി ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്റെ പൊന്നുമോളെ, 3 വയസ്സുള്ള മക്കളെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി നിരക്കുന്ന പെങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നേരമില്ലാത്ത പെങ്ങളെ, സീരിയലിന്റെയും സിനിമയുടെയും മുന്നിൽ മക്കളെ തളച്ചിട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര നല്ല ആരോഗ്യമാണാ നിനക്ക് അല്ലാഹു തന്നത്. നീ ഒന്ന് നോക്കിയേ, നിന്റെ മുഖത്തിന് എത്ര ഭംഗിയാ, നീ ഒന്ന് നോക്കിയേ, നിന്റെ ശരീരത്തിന് എത്ര ആരോഗ്യമാ. പക്ഷെ അതെല്ലാ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും പെണ്ണിനും സുഖത്തിനും വേണ്ടി പേരെഴുതി കൊടുത്ത ചെറുപ്പക്കാരാ, ഒരു ഞരമ്പിനൊരു ചെറിയ തകരാറ് വന്നാ മതിയല്ലോ. ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു, മാനസിക രോഗികൾ ഇവിടെ കൂടുകയാണ് ഉസ്താദേ, ദ്വാരക്കണം. ഇങ്ങനെ കൂടാതിരിക്കും. തലമുഴിച്ച് ഭൗതികമായ ലോകത്തിന്റെ അതിപ്രസരത്തെ ഇടിച്ചേരി വെക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ നേരമില്ലല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ അല്ലാഹുവിന്റെ ദിക്റുകൾ ചൊല്ലണ്ടേ. നേരമില്ലാത്ത പെങ്ങളെ, സമയമില്ലാത്ത ചെറുപ്പക്കാരാ, രോഗം അല്ലാഹു തരുമ്പോ അറിയാതെ ചൊല്ലിപ്പോകുമല്ലോ. രോഗം അല്ലാഹു തരുമ്പോ അറിയാതെ ചൊല്ലിപ്പോകുമല്ലോ. ഏർവാടിയിൽ സിയാറത്തിന് പോയപ്പോ കണ്ടതാണ്. 18 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ്. പാതിരാത്രിയാണ് ഞാൻ അവിടെ എത്തിയത്. അല്ലാഹുവേ, തലകൊണ്ട് കല്ലിലിടിച്ച് രക്തം പാർന്നൊഴുകി പൊട്ടിക്കരന്നുകൊണ്ടാ ചെറുപ്പക്കാരൻ അല്ലാഹുവേ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, നൗഷാദ് ബാഖവി ഉസ്താദല്ലേ, 3 മാസം കൊണ്ട് എന്റെ പൊന്നുമോൻ ഇവിടെയാ, 3 മാസം കൊണ്ട് എന്റെ പൊന്നുമോൻ ഇവിടെയാ. ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. ആ ഉമ്മ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഉമ്മാക്ക് അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലായത്. ഇപ്പോഴാണ് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ക്യാൻസർ തരാതിരിക്കട്ടെ, നമുക്ക് അല്ലാഹു ആ രോഗം തരാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ വലിപ്പം അറിയണമെങ്കിൽ അതേ കല്ലമ്പലത്തിൽ നിന്ന് ബസ് കയറുക, പള്ളിക്കൽ നിന്ന് ബസ് കയറുക തിരുവനന്തപുരത്തേക്ക്, RCC ഒന്ന് വെറുതെ പോവുക. നിങ്ങളുടെ ആരും അവിടെ കിടക്കണ്ട, എന്നാലും ഒന്ന് പോകണം.
എന്നാലും ഒന്ന് പോകണം. അല്ലാഹുവേ, മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ട് അവിടെ. അവർക്ക് ചിരിക്കാൻ അറിയില്ല, അവർക്ക് കരയാൻ അറിയില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, അവർക്ക് വെള്ളം കുടിക്കാൻ അറിയില്ല. ഒരേ കിടത്തമാണ്. എപ്പോഴാണ് അസ്റായീൽ വരിക? എപ്പോഴാണ് അസ്റായീൽ വരിക? എപ്പോഴാണ് അസ്റായീൽ വരിക? അല്ലാഹുവേ, ഈ റമളാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട RCCയിലെ പെങ്ങള് ഗൾഫിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതാ, ഉസ്താദേ എന്റെ ഭർത്താവിനോട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ നമ്പർ സംഘടിപ്പിച്ചത്. ഉസ്താദേ ദ്വാരക്കണം, എന്റെ പ്രിയപ്പെട്ട 3 മക്കളും ഉമ്മയില്ലാത്തവരാകും, അത് ഉറപ്പാണ്. ഞാൻ ക്യാൻസർ രോഗം ഏറ്റവും അധികം മൂർധന്യതയിലെത്തിപ്പോയ പെണ്ണാണ്. എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ് ഉസ്താദേ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിന്റെ അവസാന 10 ഒരു ദിവസം ഞാനൊന്ന് മരിക്കാൻ ഉസ്താദ് ദ്വാരക്കണമെന്ന് പറയുമ്പോ ഇങ്ങനെ ദ്വാരക്കും. പ്രിയപ്പെട്ടവരെ, റോസാപ്പൂവിന്റെ ഇതളുകൾ പോലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഫോട്ടോ ആ ഭർത്താവ് അയച്ചു പൊട്ടിക്കരന്നിട്ട് പറയുന്നു, ദുആ ചെയ്യല്ല ഉസ്താദേ, എന്റെ മക്കൾക്ക് ഉമ്മാന്ന് പറഞ്ഞാൽ എന്നെക്കാരൻ ജീവനാണ്, അവൾക്കും ജീവനാണ്. പക്ഷെ എന്തായാലും മരിക്കുമെന്ന് ഉറപ്പല്ലേ. അതുകൊണ്ട് റമളാനിൽ മരിക്കാനുള്ള കൊതി കൊണ്ടാണ് എന്റെ പള്ളിക്കൽ വന്നിരിക്കുന്ന പെണ്ണേ, നിനക്കെന്ന് ശരീരം നിറച്ച് സ്വർണ്ണമിടാൻ അല്ലാഹു ഭാഗ്യം തന്നല്ലോ. നല്ല മനോഹരമായ ഒരു ഭവനത്തിന്റെ അകത്ത് കിടക്കാൻ നിനക്ക് അല്ലാഹു ഭാഗ്യം തന്നല്ലോ. നല്ലൊരു ഭർത്താവിനെ തന്നല്ലോ, മക്കളെ തന്നല്ലോ. എന്റെ പൊന്നുമോളെ, എന്നിട്ട് അല്ലാഹുവിന്റെ വലിപ്പത്തെ തിരിച്ചറിയാത്തതുണ്ട്. എന്തിനാ മുസല്ലയിൽ ഇറങ്ങി ഓടുന്നത്? എന്തിനാ മേജുക്ക് പോലെ നമസ്കരിക്കുന്നത്? സമാധാനത്തോടെ ഒന്നുകൊടുത്തുകൊണ്ട് ആ നമസ്കാരത്തിൽ നിന്നൊന്ന് കരഞ്ഞൂടെ പെങ്ങളെ? ഒരു തുള്ളി കണ്ണീരിന്റെ കണ്ണീരെന്ന് വരെ വീണിട്ടുണ്ടോ? അല്ലാഹ് അറിഞ്ഞവരെങ്ങനെയാ നമസ്കരിച്ചത്? അല്ലാഹുവിന്റെ വലിപ്പത്തെ അംഗീകരിച്ചവരെങ്ങനെയാ നമസ്കരിച്ചത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി എന്നെല്ലാവരും തലയിലെടുത്തു വെച്ച് പറയുന്നുണ്ടല്ലോ. ബുഖാരിയിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പകൽ സമയത്ത് ഒരു ഖത്തം മുഴുവനും ഓതി തീർത്തിരുന്ന ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു പകൽ സമയത്ത് ഒരു ഖത്തം മുഴുവൻ ഓതി തീർത്തിരുന്നു. അള്ളാഹുയുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. രണ്ടാമത്, അള്ളാഹുവിന്റെ വലിപ്പത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് എപ്പോഴാ പറയാൻ പോവാണ്. കുറച്ച് ബക്കറ്റ് വേഗം എടുത്ത് എല്ലാവരുടെ മുന്നിലും തണലിന് വേണ്ടി ചെയ്യാൻ, പാവപ്പെട്ടവരുടെ വെയിലും സൂര്യപ്രകാശവും മാറ്റിയിട്ട് തണൽ കൊടുക്കാൻ പോവാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, എനിക്ക് ക്യാൻസർ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്ക് തരല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് നിയത്ത് ചെയ്യും. എന്തെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ നമ്മുടെ രക്തത്തിലുണ്ടെങ്കിൽ, അറിയാൻ പറ്റൂല, ആ രോഗം അങ്ങനെയാണ്, ഉണ്ടെങ്കിൽ അള്ളാഹുവേ ഇന്നത്തെ ഇവിടുത്തെ ദുആന്റെ ബറക്കത്തുണ്ട്. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്, 100 ദിർഹം ഒരു ദിവസം അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത പുണ്യം കിട്ടുന്ന ഒരു ദിക്ർ, 100 ദിർഹം സ്വതക്ക ചെയ്ത പ്രതിഫലം കിട്ടും. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ 100 പ്രാവശ്യം ആ ഒരു ദിക്ർ ചൊല്ലിയാൽ 100 ദിർഹം അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത കൂലി കിട്ടും എന്ന് പറഞ്ഞ ആ ദിക്ർ ഇപ്പൊ പറയാത്തത് എന്താ? പൈസ ഇടുന്നതിന് വരെ നിങ്ങൾ ദിക്ർ ഇല്ല, തീരുമ്പോ പറഞ്ഞുതരാം. കൻസുമിൻ കുനൂസിൽ ജന്ന, നബിതങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു നിധിയെ നിനക്ക് പറഞ്ഞു തരട്ടെ. ഒരു ദിക്റായിരുന്നു അത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ആ ദിക്റും ഇൻഷാ അല്ലാഹ്, അത് രണ്ടും പഠിക്കണം, 11 പ്രാവശ്യം വെച്ച് ചൊല്ലണം, എന്നിട്ട് വേണം ദുആ ചെയ്ത് പോവാൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ഇങ്ങോട്ടും ഉണ്ടാവാകട്ടെ. തൊപ്പി ഉണ്ടപ്പോ പതുക്കെ കയറിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ സഹോദരങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. അല്ലാതെ ഇവിടെ വലിയ വിപ്ലവം പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കാനൊന്നുമല്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അത് നിർത്താൻ നേരത്ത് നിങ്ങളെ എല്ലാവരോടും ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ ഒരു സ്വതക്ക ചോദിക്കും. ഒരു പെൺകുട്ടിയെ നിക്കാഹ് കഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അവര് പറഞ്ഞു, ഉസ്താദേ 1, 2, 3 ആവട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, അതിന്റെ സമയത്ത് അങ്ങനെ കളയാനൊന്നും പറ്റില്ല. കുറച്ച് സമയം ചോദിക്കും, താല്പര്യമുള്ളവർ മാത്രം. കുറെ ആൾക്കാർക്ക് പോകണമെന്ന് തോന്നും, അവർക്കൊക്കെ പോവാം. ആരെയും പിടിച്ചിരുത്തി നിർബന്ധിച്ച് അങ്ങനെ ഇരുത്തിയിട്ടൊന്നും കാര്യമില്ല. ചില ആളുകൾക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് തോന്നും, ചിലപ്പോൾ കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ കേട്ടാ ഇക്കറൂടെ അറിഞ്ഞിട്ട് പോകാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എന്തായാലും സന്തോഷമുള്ളൂ, എനിക്ക് ആ വിഷയത്തിൽ സങ്കടമില്ല. കാരണം നഷ്ടം നിങ്ങൾക്കാണ്, എനിക്കില്ലല്ലോ. നഷ്ടം നിങ്ങൾക്കാണ്. ഒരു ദുആയിന് ഒരു ആമീൻ പറഞ്ഞു പോയാൽ വലിയ റാഹത്താവും. അൽഹംദുലില്ലാ, ഇത്രയും മജ്‌ലിസ് അല്ലാഹു നമുക്ക് തന്നില്ലേ. കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്ന് പറഞ്ഞാൽ
ഞാൻ പ്രസംഗിക്കാൻ വരണമെങ്കിൽ വലിയ മൈതാനം വേണം, 1000 ഫ്ലക്സ് വേണം, മൈക്ക് സെറ്റ് അങ്ങനെ വേണം, തൂങ്ങി ആടുന്ന സെറ്റ് വേണം, തൂങ്ങി കിടക്കുന്ന മൈക്ക് വേണം, അങ്ങനൊന്നും പറയൂല. ഞാൻ അങ്ങനെ പറഞ്ഞത് ആളുകൾ വരുമ്പോ ഇങ്ങനെ ഇരിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്നവർക്ക് കൂടി സന്തോഷത്തോടെ ഇരുന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടി അവർക്ക് എഫക്ട് ചെയ്യും വേണം. അതുകൊണ്ടാണ്, അല്ലാതെ എന്റെ നിബന്ധനയല്ല. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ മനസ്സിലാക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇപ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്ത് ഒരു മതിലിന്റെ അപ്പുറത്തിരുന്നുകൊണ്ട് ഒരു കുട്ടി ഒരു പന്തെടുത്തെറിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞു പോലും ചിന്തിക്കും, അല്ലാഹുവേ ഈ പന്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരാൾ അവിടെ ഉണ്ടാവുമല്ലോ, ആ ആള് ആരാണ് എന്ന് 2 വയസ്സുള്ള കുഞ്ഞു പോലും അന്വേഷിക്കും എന്ന് ഗസാലി ഇമാം പറയുന്നു. എന്നിട്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് എന്താണ്? ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നാണ്. ഒരു ചെറുപ്പക്കാരന്, ഒരു യുവാവിന് ഒരു സമയം സ്കലിക്കുന്ന ബീജത്തുള്ളിയിൽ നിന്ന് 500 മില്യൺ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് എന്നാണ്. ഒരു പ്രാവശ്യം സ്കലിക്കുന്ന ബീജത്തിൽ നിന്ന് 500 മില്യൺ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ശക്തി ഒരു പ്രാവശ്യം സ്കലിക്കുന്ന ബീജത്തിനുണ്ട് എന്നാണ്. അതിൽ നിന്നാണ് അള്ളാഹു ഒന്നിനെ സെലക്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവരവിടെ ഉണ്ട്. അള്ളാഹു മക്കളെ കൊടുക്കട്ടെ, അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് കാര്യമായിട്ട് ദുആ ചെയ്യും. അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. 500 മില്യൺ മക്കളെ ഉണ്ടാക്കാനുള്ള ശക്തി ഒരു സമയത്ത് സ്കലിക്കുന്ന ഈ ബീജത്തിലുണ്ട് എന്നാണ്. അതിൽ നിന്ന് ഒന്നിനെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടാണ് നൗഷാദ് ബാക്കവിയാക്കിയത്, അബ്ദുൽ മന്നാനിയാക്കിയത്, അഷ്റഫ് സാഹിബാക്കിയത്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും ഇങ്ങനെയാക്കിയത് ഒന്നിനെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടാണ്. എന്തൊരു അത്ഭുതമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇത് ഇത്രയും അപാരമായ അനുഗ്രഹങ്ങളെ, അത്ഭുതങ്ങളെ കൊടുത്ത മനുഷ്യൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ഗസാലി ഇമാം പറയുന്നു, അൽ മുഅ്മിനു ഖായിറുൻ ഫില്ലാഹ് വൽ കാഫിറു ഖായിറുൻ ഫീ ഖൽഖില്ലാഹ്. അവിശ്വാസികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുള്ളൂ, വിശ്വാസികൾ സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഇപ്പൊ കന്യാകുമാരിയിൽ പോകണമെന്ന് മക്കൾ നിർബന്ധിക്കുന്നു. ഓണത്തിന്റെ അവധി വരട്ടെ മക്കളെ കൊണ്ടുപോകാന്നൊക്കെ വാപ്പച്ചി പറഞ്ഞു. ഉള്ള പൈസയൊക്കെ ഓടിയതും അല്ലാത്തതൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ മക്കളെ കൊണ്ട് കന്യാകുമാരി പോയി. ഭാര്യ പറഞ്ഞു, ഇക്ക എനിക്ക് എന്തായാലും സൂര്യാസ്തമയം ഒന്ന് കാണണം. അങ്ങനെ സൂര്യാസ്തമയം കാണിക്കാൻ കൊണ്ടുപോയി. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസി പറയേണ്ടത് എന്താണ്? അത് കാണുമ്പോ മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, തബാറക്കല്ലാഹ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു വിശ്വാസി പറയണം. ഓട്ടോമാറ്റിക് പറഞ്ഞു പോയാൽ അവൻ വിശ്വാസിയാണ്. ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ്, അറിയാതെ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞവൻ തന്നെ വിശ്വാസിയാണെന്നാണ് യഥാർത്ഥ ഒരു വിശ്വാസം. കാരണം ഇത് അള്ളാഹുവിന്റെ അത്ഭുതമല്ലേ അത് കണ്ടത്. നമ്മൾ ഇന്ന് അതിന് പകരം പറയുന്നത് എന്താ? ഉമ്മാമാരുടെ മക്കൾ ചോദിക്കുക, എങ്ങനെയുണ്ട് ഉമ്മാമ? ഏത് ബാവുവാണോ സുബ്ഹാനല്ലാഹ്? ലക്ഷം വീട്ടിലെ ബാവുവാണോ, പള്ളിക്കലിലെ ബാവുവാണോ? എന്തായാലും ബാവു എന്ന് പറയാതെ. അത് കഴിഞ്ഞ് പിന്നെ ബ്യൂട്ടിഫുൾ, അമേസിംഗ്, അങ്ങനെ കുറെ സിംഗ്, കുറെ ഫുള്ളും ഒക്കെ ഇങ്ങനെ പറയും. ഇതിങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആസ്വദിക്കുക നമ്മുടെ മക്കളും നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ഒക്കെ അല്ലേ. ഇംഗ്ലീഷ് ഭാഷ നല്ലതാണ്, അത് പഠിക്കണം. അത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് ഭാഷയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അത് അള്ളാഹുവിന്റെ അത്ഭുതത്തെ തിരിച്ചറിയുന്നതിന് തടസ്സമാകരുത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാത്തതിന്റെ വിഷമം ഞാൻ ശരിക്കും അനുഭവിച്ചത്. ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലൊക്കെ പരിപാടിക്ക് പോകുമ്പോ ചിലപ്പോ കൂടിയ ആളുകളൊക്കെയാണ് പരിപാടിക്ക് വിളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ എടുത്തിരും. ഞാൻ അങ്ങനെ ചോദിക്കലൊന്നുമില്ല, എനിക്ക് അത് തന്നെ വേണം, ഭയങ്കര വാളാണ്, കാലൊക്കെ നീര് വരും, ശാരീരിക്കണം എന്ന് പറയുന്നില്ല. തൂങ്ങിന്നാണെങ്കിലും തൂക്കിക്കൊണ്ട് പോലെ എയറിന്റെ ഇടയ്ക്കിടയ്ക്ക് തൂങ്ങേണ്ടി വരും ചിലപ്പോ. എന്നാലും പക്ഷെ അങ്ങനെ പോകുമ്പോ എപ്പോ ബിസിനസ് ക്ലാസ്സിൽ കയറിയാൽ എപ്പോഴും കയറി ചെന്നാലും ഉണ്ടാവുമല്ലോ താത്തച്ചി വെറുതെ കേട്ടുകൊണ്ട് വന്നിട്ട്. അപ്പൊ ഞാൻ ഐ ആം സ്ലീപ്പിംഗ് പ്ലീസ്. കാരണം എന്താ, ഈ സാധനം പറഞ്ഞു കൊടുക്കുക എന്നെ കൊണ്ടറിയാം, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. കാരണം എന്റെ അവസ്ഥ അതല്ലേ. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ കുറെ പഠിച്ചു. നമുക്ക് പഠിക്കാമല്ലോ, ലോകത്ത് എന്തൊക്കെ വിദ്യകളുണ്ട് പഠിക്കാൻ, ഒക്കെ നമുക്ക് പഠിക്കാം. സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുമൊന്നുമില്ല. തൊടിയൊരു ഉസ്താദ് 3 വരെ സ്കൂളിൽ പോയുള്ളൂ. ഇതുപോലെ ഇംഗ്ലീഷ് പ്രൊഫസർ പോലും പറയില്ല. ജാമ്യാനൂരിയിലെ പ്രിൻസിപ്പൾ ആലിക്കുട്ടി ഉസ്താദ് മലയാള പത്രം കാണുന്നത് തന്നെ മൂപ്പർക്ക് ഹറാമാണ്. പുള്ളി വായിക്കുന്ന ഫുൾ ഇംഗ്ലീഷ് പത്രം, സ്കൂളിൽ പോയിട്ടില്ല.
അപ്പൊ അതിന് സ്കൂളിലൊന്നും പോകണമെന്നില്ല. അതൊക്കെ അള്ളാഹു തരുന്ന കഴിവല്ല. നമ്മൾ പഠിക്കണം, പരിശ്രമിക്കണം. മനുഷ്യൻ പരിശ്രമിച്ച് പഠിക്കണം. എല്ലാ ഭാഷയും പഠിക്കണം. ലോകത്ത് യാത്ര ചെയ്യണ്ടേ, പല സ്ഥലത്തും പോകണ്ടേ. എല്ലാം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇതിന്ന് വരണം, അതിന്ന് വരണം എന്ന് പറയുന്നത്. അപ്പൊ അത് വേണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ മക്കളൊക്കെ പഠിപ്പിച്ചു. ആവശ്യത്തിനെല്ലാം വേണം. പക്ഷേ പറയേണ്ട സമയത്ത് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അത്ഭുതത്തെ മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ രണ്ടാമത് മനസ്സിലാക്കുന്ന ഒരു സമയം എപ്പോഴാണ്? അങ്ങനെ മനസ്സിലാക്കാതെ പോയവരൊക്കെ ആ സമയത്ത് മനസ്സിലാക്കിയവരാണ്. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? ഫിർഔൻ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവല്ല, ഈ പ്രപഞ്ചത്തെ പടച്ചത് അല്ലാഹുവല്ല, ആകാശത്തെ പടച്ചത് അല്ലാഹുവല്ല, ഭൂമിയെ പടച്ചത് അല്ലാഹുവല്ല, ഞാനാണ് ലോകത്ത് ഏറ്റവും അധികം കഴിവുള്ളവനെന്ന് പ്രഖ്യാപിച്ച ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി 300 വർഷം ജീവിച്ചു എന്നും 200 വർഷം ജീവിച്ചു എന്ന അഭിപ്രായം പറയുന്നു. പ്രബലമായത് 300 കൊല്ലം ഭൂമിയിൽ ജീവിച്ചു എന്നാണ്. 300 കൊല്ലം ജീവിച്ചു എന്നാണ്. ഏറ്റവും ആയുസ് കൂടുതലുള്ള ഒരു ജീവജാലങ്ങളിൽപ്പെട്ട ഒന്നാണ് കാക്ക. കാക്ക 290 കൊല്ലം ജീവിക്കുമെന്നാണ്. കാക്ക ഭയങ്കര ആയുസ്സാണ് കാക്കയ്ക്ക്. 290 കൊല്ലമൊക്കെ കാക്ക ജീവിക്കുമെന്നാണ്. നമ്മളും ചിന്തിച്ചു നോക്കി. അത്രയും കൊല്ലം ഒരു പറവ ജീവിച്ചിരിക്കും. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ആയുസ് പറവ് കോഴിക്കാണ് അത്ര, അല്ലെങ്കിൽ ആയുസ് ഇല്ലല്ലോ. അപ്പൊ അതിനിപ്പോ ക്യാത്തൽ ചിക്കൻ കൂടെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ജനിക്കണതിന് മുമ്പ് തന്നെ പൊരിച്ചങ്ങ് അടിക്കുകയാണ്. ഇപ്പൊ അതല്ലേ കോഴി തള്ളയോട് കോഴിക്കുഞ്ഞുങ്ങൾ ചോദിച്ചു അത്ര നമ്മുടെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു എല്ലാരും ജീവിച്ചിരിക്കുമ്പോഴാണ് പേര്, നമുക്ക് മരിച്ചതിന് ശേഷമാണ് പേര് മക്കളെ. ചിക്കൻ ഫ്രൈ 65, 75 ഒക്കെ. അപ്പോ ലോകത്ത് അങ്ങനെ കുറെ ജീവികളുണ്ട്. ഏറ്റവും ഉറക്കം കുറഞ്ഞ ജീവി ഏതെന്ന് പറയാം. ഏറ്റവും ഉറക്കം കുറഞ്ഞ ജീവി ഇപ്പൊ ഉറങ്ങുന്നവരൊക്കെ ഇപ്പൊ നമുക്ക് ഏറ്റവും ഉറക്കം കുറഞ്ഞ ജീവി ഏതാ പറയാം? പാവല്ല, ഭയങ്കര പഠിത്തല്ലേ. നവാസ് സാബിർ നവാസ്. ഏറ്റവും ഉറക്കം കുറഞ്ഞ ജീവിയുണ്ട് ലോകത്ത്. ഏറ്റവും ഉറക്കം കുറഞ്ഞ ജീവി. ഉറക്കമേ ഇല്ല, അല്പ ചെറിയ ഉറക്കമുള്ളൂ. ഏത് ജീവിക്കാം? അല്ല, ഉറുമ്പല്ല, കോഴി. നിങ്ങൾ പറയും മൊയിലാർ ഫുള്ള് കോഴിയാണല്ലോ എടുത്തതല്ല. സംഭവം അതിനെ കുറിച്ച് പറഞ്ഞതാ. കോഴിക്ക് ഉറക്കം കുറവാ. ഏതെങ്കിലും കോഴി 5 മിനിറ്റ് കൂടുതൽ ഇന്ന് ഉറങ്ങാൻ അങ്ങ് കാണിച്ചു തരാം. കോഴി കുറഞ്ഞ ചെറിയ ശബ്ദം ഉറക്കമെന്നുള്ള സംഭവം കോഴിക്കില്ല. നിങ്ങൾ ഇന്നൂര് നോക്കി ഉറങ്ങി പോകരുത്. കുറുക്കമെന്ന് കടിച്ചുകൊണ്ട് പോകും കോഴിയെന്ന്. കോഴിക്ക് ഉറക്കം കുറവാ. ലോകത്ത് അങ്ങനെ ഒരുപാട് അത്ഭുത ജീവികളുണ്ട്. പക്ഷേ അള്ളാഹു പടച്ചതമ്പുരാൻ ഫിർഔനിന് രോഗം വന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. വെറുതെ ആ ഫിർഔനിന് തലവേദന പോലും അള്ളാഹു കൊടുത്തില്ല. ഒരു പനി കൊടുത്തില്ല ഫിർഔനിന് അള്ളാഹു. നല്ല ആരോഗ്യമുള്ള ശരീരം. ഒരു ദിവസം ഒരു മാടിനെ തിന്നുമായിരുന്നു ഫിർഔൻ. ഒരു ദിവസം ഒരു മാടിനെ ഫിർഔൻ ഒരുമിച്ച് തിന്നുമായിരുന്നു. എത്ര അത്ഭുതം! ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ 100 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു അത്രേ. ഓരോ സ്റ്റെപ്പിലും ഫിർഔൻ കടന്നു ചെല്ലുമ്പോ അർത്ഥനഗ്നകളായ സ്ത്രീകളെ നിർത്തിയിട്ട് അവരുടെ മാറിടത്തിൽ പിടിച്ചുകൊണ്ടായിരുന്നു അത്രേ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ഫിർഔൻ കയറിപ്പോയിരുന്നത്. നിങ്ങൾ ചിന്തിക്കും, ആ വീടിന്റെ പാലുകാച്ചനെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എവിടെ ഒരു മൈനസ് പോയിന്റ് ഉണ്ടോ അതിൽ പിടിക്കും നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് അങ്ങനെ ആയി പോയത് കൊണ്ടാണ്. പക്ഷേ ഫിർഔൻ അങ്ങനെ കയറി. എന്തിനാണ് അള്ളാഹു അങ്ങനെ കൊടുത്തത്? അവൻ എവിടം വരെ പോകുന്ന അള്ളാഹു എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളിൽ പലരെയും അള്ളാഹു അങ്ങനെ വിട്ടിരിക്കാണ്. നിങ്ങൾ പറയും മൊയിലാരി പറഞ്ഞതുപോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 10-17 കൊല്ലമായിട്ട് ഒരു പള്ളി കയറിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ലടാ. നല്ല ബിസിനസ്, നല്ല കച്ചവടം, സെറ്റപ്പ്, മക്കളൊക്കെ മലേഷ്യയിൽ, അവിടെ നല്ല ബിസിനസ്, ഒന്നിനും ഒരു പ്രശ്നമില്ല. വളരെ റാഹത്താ. ഫിർഔനിന്റെ വലിയ റാഹത്തായിരുന്നു മരണം വരെ. ഒരു കുഴപ്പമുണ്ടായില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഫിർഔനിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ ആ നശിച്ചവൻ തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? അള്ളാഹു പടച്ചതമ്പുരാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എത്ര പ്രാവശ്യമാ പറഞ്ഞത്? മൂസാ, ഫിർഔനിന്റെ അടുത്തൊന്ന് ചെന്ന് പറയണം മൂസാ, ഒന്ന് ചെന്ന് പറയണം മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അവൻ
അവൻ ഹറാമ ചെയ്തു കൂട്ടി അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ നിഷേധിച്ചവനായി പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുന്നതിന് മുമ്പ് മൂസാ നീ ഒന്ന് ചെല്ലണം മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോഴൊക്കെ കളിയാക്കിയില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ, പരിഹരിച്ചില്ലേ? അവസാനം അതാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി കൊണ്ടടിച്ച് സമുദ്രത്തിന്റെ മുകൾ ഭാഗത്ത് പാലം പണിഞ്ഞ് കുതിരക്കുളമ്പടി പോലും പുറത്തു കേൾക്കുന്ന ഗാംഭീര്യതയോടെ അവര് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് പടച്ചവനെ ആ ഫിർഔന് മനുഷ്യന്മാര് ചിന്തിക്കുന്നത് കടന്നു പോകാ ഈ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ കടന്നു പോകാമെന്ന് തീരുമാനിച്ചതപ്പോഴാ. അവിടെ ചരിത്രം പറയുന്നു ഫിർഔൻ ഇരുന്നത് പെൺകുതിരയുടെ മുകളിലാണ്. ആ പെൺകുതിര ഫിർഔനെ കൊണ്ട് ഓടിയപ്പോ ഫിർഔൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു ഒന്ന് പിടിച്ചു വെക്കുക. കുതിരയെ നിർത്തി. ഇതിന്റെ കാരണം പാലം ചിലപ്പോ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് ആ പാലം കണ്ടപ്പോഴേ മൂസാ നബി അലൈഹിസ്സലാമിന് ഫിർഔനിന് മനസ്സിലായി. കാരണം ഇത് മൂസായുടെ റബ്ബ് കെട്ടിയ പാലമാ, എനിക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവില്ല എന്ന് ഫിർഔന് നേരത്തെ അറിയാം. എങ്കിലും അവൻ പറയുന്നു ഞാനാണ് റബ്ബ്. അഹങ്കാരം നോക്കണം. അഹങ്കാരം മനസ്സിൽ വന്നാൽ എത്ര മൊയിലാർ എത്ര നല്ലവരെ വാദം പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ പാടിയെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോകും. അംഗീകരിക്കൂല. ഏത് ഉസ്താദ് എത്ര നല്ല രീതിയിൽ വാദം പറഞ്ഞാലും കൽബിന്റെ അകത്ത് മാറ്റം ഉണ്ടാക്കൂല. നിങ്ങൾ ഒരാൾ തീരുമാനിക്കുന്നു ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എങ്ങനെ വാദം പറഞ്ഞാലും ഇവിടുത്തെ ചെറുപ്പക്കാര് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ ഇറങ്ങി വരുമ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു 10 കാശ് അവർക്ക് കിട്ടുമെന്ന് മൊയിലാരെ നിങ്ങൾ വിചാരിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ വാദം പറയണ്ട. നിങ്ങൾ ആരും ഒരു നാണയത്തൊട്ട് കൊടുത്തില്ലെങ്കിലും ലോകത്ത് അള്ളാഹു പടച്ചതമ്പുരാൻ യതീമീങ്ങളാക്കിയവർ എന്റെ പ്രിയപ്പെട്ടവരെ അവരെ സഹായിക്കാൻ ആരെങ്കിലും വരും. നിങ്ങളുടെ കാശ് കൊടുക്കുക എന്നത് നിങ്ങൾക്ക് അള്ളാഹു തന്ന ഭാഗ്യമാണ് കൂട്ടിയാൽ മതി. നിങ്ങളുടെ ഔദാര്യമാണെന്ന് ആരും കരുതണ്ട. 1000 രൂപ ഞാനും കൊടുക്കുമ്പോ എനിക്ക് വലിയ സന്തോഷം, ഞാൻ വലിയ ഇവിടുത്തെ പള്ളിക്കലിലെ മാന്യനായി ഒരാളും കരുതണ്ട. നീ കൊടുത്തില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കൊടുക്കാനുണ്ട്. അവരെ കൊണ്ട് അള്ളാഹു യതീമീങ്ങളെ സഹായിപ്പിക്കും. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ജാട മനസ്സിൽ നിന്ന് മാറ്റുക. അള്ളാഹു തന്ന ഭാഗ്യത്തെ നിങ്ങൾ മുതലാക്കുക, ഉപയോഗപ്പെടുത്തുക. തകരപ്പറമ്പിലെ സംഘാടകർ ഇവിടുത്തെ മസ്ജിദിനെ കുറിച്ച് പറയാൻ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപയാണെങ്കിൽ 1000 ആളിൽ നിന്ന് 1000 രൂപ വെച്ച് പിരിച്ചാൽ 10 ലക്ഷമായി. എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും പോവുക, പരിശ്രമിക്കുക. കൂടെ വന്ന പള്ളിയുടെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു തകരപ്പറമ്പിലും പോങ്ങനാടും ഒന്നും നടക്കൂല ഉസ്താദ്. തുറന്നു പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എവിടെയാണ് നടക്കാത്തത്? എല്ലാ സ്ഥലത്തും നടക്കും. അള്ളാഹുവിനെ കുറിച്ച് ഭയം കൽബിലുണ്ടായാൽ എല്ലാ സ്ഥലത്തും നടക്കും. സ്വതക്കത്തുള്ളാഹിൽ കാഹിരി ക്ലാസ് എടുത്തപ്പോൾ പാറ കരഞ്ഞ ഒരു പള്ളിയുണ്ട് കായൽ പട്ടണത്ത്. പോയിട്ടുണ്ടോ? സിയാറത്തിന് പോവാന്ന് പറഞ്ഞ് ബസ്സിനകത്ത് കയറി കാവറ്റിലും ചിപ്സും തിന്ന് പടവും കണ്ടങ്ങ് പോയാൽ പോരാ. ഇതൊക്കെ മനസ്സിലാക്കണം. കായൽ പട്ടണത്ത് ഒരു പള്ളിയുണ്ട്. സ്വതക്കത്തുള്ളാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു ദർസ് എടുക്കുമ്പോൾ പാറ കരഞ്ഞു അത്രേ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ തണലിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പാറ കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു അത്രേ മുമ്പിലിരിക്കുന്നവരോട്, എന്തുകൊണ്ട് ഈ പാറ കരഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു. മസ്ജിദ് മീക്കായിൽ എന്നാണ് ആ പള്ളിയുടെ പേര്. നോട്ട് ചെയ്ത് വെച്ചോ. കായൽ പട്ടണത്തൊക്കെ സിയാറത്തിന് പോകുമ്പോൾ ചോദിച്ചാൽ മതി മസ്ജിദ് മീക്കായിൽ എവിടെയാണ്, അവിടെയാണ് ഈ പാറ കരഞ്ഞ പള്ളി എവിടെയാണ്, പാറ കരഞ്ഞ പള്ളി എവിടെയാണ്. അല്ലാഹു എന്തൊരു അത്ഭുതമാണ് അതൊക്കെ എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ഫിർഔനിന് മനം മാറ്റം ഉണ്ടായില്ല, മനസ്സു മാറിയില്ല. 99 പ്രാവശ്യം ഫിർഔൻ ഈ വെള്ളത്തിൽ വീണ് നിലവിളിച്ചു എന്നാണ്. പെൺകുതിര മാറി നിൽക്കാൻ പറഞ്ഞു. ഫിർഔനിന്റെ അനുചരന്മാർ പിടിച്ചു നിർത്തി. ഫിർഔനോട് ചോദിച്ചു എന്തേ നിങ്ങൾ വരുന്നില്ലേ? അപ്പൊ ഫിർഔന് പറയാൻ പറ്റുമോ പാല ഇപ്പൊ തകരി ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നേതാവ് ഓടിയില്ലേ? ഫിർഔൻ പറഞ്ഞു നിങ്ങൾ എല്ലാരും കയറിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറകെ വരാൻ നിങ്ങൾ വയ്ക്കുള്ളൂ. എല്ലാരും കയറ്റി പാലത്തിൽ. ഫിർഔൻ തിരിച്ചു പോകാൻ പോയപ്പോ പെൺകുതിര വിചാരിച്ചു ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയ ഒരു അവസരമല്ലേ, എന്തിനാ തിരിച്ചു പോവാ, ഈ ശൈത്താനെ കൊണ്ട് നോക്കി കൊല്ലാം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഫിർഔൻ പെൺകുതിരയുടെ മണ്ട കയറിയെന്നറിയോ? ജീവജാലങ്ങളിൽ ശക്തി കൂടുതൽ എന്തിനാണ്? സ്ത്രീവർഗങ്ങൾക്കാണ്. സ്ത്രീവർഗത്തിനാണ് ശക്തി കൂടുതൽ. തടിയെടുക്കാൻ കാട്ടിൽ പോകുന്നത് ആണാനയല്ല, എന്നെയോ പെണ്ണാനയാണ്. വലിയ തടിയൊക്കെ എടുക്കുന്നത് പെണ്ണാനയാണ്. കാട്ടിൽ ഇരപിടിക്കാൻ പോകുന്നത് പെൺസിംഹമാണ്. അപ്പൊ നിങ്ങൾ പറയാം അപ്പൊ നമ്മുടെ സഹോദരിമാർക്ക് ശക്തി ഉണ്ടെങ്കിൽ അവരെ ജോലിക്ക് വെക്കൂടെ? ജോലിക്ക് പോയല്ലോ. നിങ്ങളൊക്കെ 100 ദിവസം കൊണ്ട് ഊടുതാലും തീരാത്ത പുരയിടമല്ലേ 1/2 മണിക്കൂർ കൊണ്ട് കുടുംബശ്രീ മാന്തി കളക്കുന്നത്?
ശക്തിയില്ല നിങ്ങൾ അങ്ങനെ പറയണ്ട. അവരെ ബിരിയാണി ഉണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും മാത്രമുള്ളവരാണെന്ന് കരുതാൻ. മമ്മട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോ എത്ര സ്ഥലം വൃത്തിയായി. നിങ്ങളൊക്കെ രാവിലെ മുതൽ കൊത്തി 3 മണിയാകുമ്പോൾ 500 രൂപയുമായി പോകറ്റിട്ട് ചായം കുടിച്ചു പോകും. ആ സ്ഥലം നമ്മുടെ താത്തമാർ ഇറങ്ങി വൃത്തിയാക്കിയില്ലേ? ആലോചിച്ച് നോക്കി. ഇത്രയും പറഞ്ഞതിന് കുടുംബശ്രീക്കാർ ഇവിടെ കൊടുക്കണമെന്ന് 1001 രൂപ മോളെ കിട്ടിക്കാൻ. തൂഫീക്കരട്ടെ. വെറുതെ ചുമ്മാ നിങ്ങൾക്ക് ആളെ കൂട്ടി തന്നാ മതി. അൽഹംദുലില്ലാഹ്. പെൺകുതിര ശപിക്കപ്പെട്ടവനായ ആ ഫിറഔനെയും കൊണ്ട് പാലത്തിന്റെ മുകളിൽ കയറുമ്പോ ആ പാലം തകർന്ന് വീണുപോയി. ഫിറഔൻ സമുദ്രത്തിന്റെ കത്തളത്തായി. മൂസാ നബി അലൈഹിസ്സലാം, പാപമായ മൂസാ നബി, സാധുവായ മൂസാ നബി അല്ലാഹുവിനോട് പറന്ന് പടച്ചവനെ ആ ഫിറഔനിതാ വെള്ളത്തിൽ കിടന്ന് വിളിക്കുന്നു. ആ ഫിറഔനിതാ വെള്ളത്തിൽ കിടന്ന് വിളിക്കുന്നു. അല്ലാഹു പറഞ്ഞവനെന്താ പറയുന്നത്? ആകാശത്തെ പടച്ചവനാണ് ഞാനെന്ന് പറഞ്ഞ് ഫിറഔനതാ 100 സുന്ദരിമാരുടെ മാറിടത്തിൽ പിടിക്കാതെ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് കയറാത്ത ഫിറഔനതാ രാജകൊട്ടാരത്തിൽ തോഴിമാരെ മെത്തയാക്കി കിടത്തിയിട്ട് മുകൾ ഭാഗത്ത് കിടന്നില്ലതിച്ച ആ ഫിറഔനതാ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പറയുകയാ, ആമന്തു ബിറബ്ബി മൂസാ, മൂസാ മൂസാ മൂസാ, നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കാം മൂസാ, വിശ്വസിക്കാം മൂസാ. ഈ ഫിറഔനെക്കാളും വലിയ ആളുണ്ടോ തിരുവനന്തപുരം ജില്ലയില്? ഈ ഫിറഔനെക്കാളും വലിയ ആളുണ്ടോ പള്ളിക്കലില്? ഈ ഫിറഔനെക്കാളും വലിയ ആളുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസരങ്ങളിൽ? ഇല്ല മോനെ, ഇല്ല മോനെ. അലിയോ മനുനജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. എടാ നശിച്ചവനെ, നിന്റെ ബോഡിയുണ്ടല്ലോ, നിന്റെ ബോഡിയുണ്ടല്ലോ, ലോകാവസാനം വരുന്ന ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുമെന്ന് പറഞ്ഞ ഖുർആൻ. ആ ഫിറഔന് ചെങ്കടൽ വീണ് ചത്തൊടുങ്ങിയതിന്റെ അന്ന് തന്നെ ബോഡി എടുത്തുകൊണ്ട് വന്നില്ല. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞറാ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ മനോഹരമായ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ്. എത്രയോ നാളുകൾ പിന്നെ കഴിഞ്ഞു, എത്രയോ കൊല്ലങ്ങൾ പിന്നെ കഴിഞ്ഞു. എന്നിട്ടാണ് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തില് അല്ലാഹുവേ ഞാനും പോയി കണ്ടതാണ്. ഇന്നവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അവിടെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല, വലിയ സെക്യൂരിറ്റിയാണ്. അവിടെ പോയ ഫിറഔനന്റെ ബോഡി ഞാനും കണ്ടതാണ്. എന്തോ കാണുമ്പോ വല്ലാതെ ദേഷ്യം ഇപ്പോഴും വന്നു പോകുകയാണ്. എത്ര പ്രാവശ്യം മൂസാ നബി പറഞ്ഞതാ കേട്ടില്ല? പെങ്ങളെ മുസ്ലിമേ, നിനക്കുമാ ഒരു രംഗം വരാൻ പോവുകയോ, നിനക്കുമാ ഒരു രംഗം വരാൻ പോവുകയോ? തീ പാറുന്ന കണ്ണുകളുമായിട്ട് അസ്രായീൽ നിന്റെ മുമ്പിലേക്ക് വന്ന് വീഴാൻ പോവുകയോ? നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ വരികയാ, നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ വരികയാ. പറയാ സമയമില്ല, പിരിഞ്ഞോടാ നേരമില്ല, മക്കളോട് സമ്മതം ചോദിക്കാൻ സമയമില്ല. അല്ലാഹുവേ, അങ്ങനെ കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ നീയാണ് വലിയവനെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഇന്ദ മൗതിഹി, മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുന്നതാണ്. നീ തന്നെയാണ് വലിയവനല്ലോ, നീ തന്നെയാണ് വലിയവനല്ലോ എന്ന് മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുകയാണ്. നമ്മൾ അങ്ങനെ മരിച്ചാ പോരാ, നമ്മൾ അങ്ങനെ മരിച്ചാ പോരാ. പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയോ? أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. മടങ്ങി വാ, അല്ലാഹുവിന്റെ സ്വർഗത്തേക്ക് വാ എന്ന് പറഞ്ഞ് മലക്കുകൾ വന്ന് നമ്മെ വിളിക്കുന്ന മരണോ കൊതിയില്ലേ, കൊതിയില്ലേ പ്രിയപ്പെട്ടവരെ? ഉംറയ്ക്ക് പോയി മടങ്ങി വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരെത്രയാ? പള്ളിക്കലിലുമുണ്ടല്ലോ, പള്ളിക്കലിലുമുണ്ടല്ലോ അങ്ങനെ മരണപ്പെട്ടു പോയവര്. എത്രയെത്ര മരണങ്ങളാ! കഴുത്തട്ടി പോയത്, ചതഞ്ഞരഞ്ഞു പോയത്, പുഴയിലേക്ക് വാഹനം മറിഞ്ഞു പോയത്. പ്രിയപ്പെട്ട ഉമ്മയും മക്കളും ഗ്യാസ് പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്കകത്തിരുന്നൊരു തീകോളം തറസ് പൊട്ടി മുകളിലേക്ക് ഉയർന്നു പോയപ്പോ കരിക്കട്ട പോലെ നിലത്ത് വന്ന് വീണ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ശരീരങ്ങള് എപ്പോഴെന്നറിയില്ല അല്ലോ, എപ്പോഴെന്നറിയില്ല റബ്ബേ, എപ്പോഴെന്നറിയില്ല പടച്ചവരെ. പള്ളി
പള്ളിക്കൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്ന മരിച്ചുപോയല്ലോ. ഈ നാടുമായി കല്ലമ്പലവും പള്ളിക്കലുമായി നല്ല ബന്ധമുള്ള ഈ വിനിതന്റെ പ്രിയപ്പെട്ട ഉപ്പ പോയി 2 കൊല്ലമായി. നിങ്ങളിൽ പലരും പോയി വർഷങ്ങളായി. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, ആ റൂഹ് പിരിയുന്ന സമയം അല്ലാഹു വലിയവനാണെന്ന് സമ്മതിക്കുന്നതിന് മുമ്പ് ഇപ്പോ ഈ കസേരയിലിരുന്നങ്ങ് സമ്മതിക്കണം. ചെറുപ്പക്കാരാ, എനിക്കൊരു കഴിവുമില്ല അല്ലോ, എനിക്കൊരു വലിപ്പവുമില്ല അല്ലോ, ഞാൻ സാധുവാണ് റബ്ബേ. ഒരു ചെറിയ പനി വന്നാൽ തീരുന്ന ജീവിതമാണ്, ഒരു ചെറിയ തലവേദന വന്നാൽ കഴിഞ്ഞല്ലോ മനുഷ്യന്റെ ശക്തി. പിന്നെ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നെകളിപ്പോടെ അഹങ്കാരത്തോടെ നുരയും പറയും പൊന്തുന്ന അഹംഭാവത്തോടെ പുറത്തിറങ്ങി നടക്കുമ്പോ കല്യാണത്തിന് പോയി 100 കണക്കിന് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ശരീരം പ്രകടമാക്കുന്ന പെണ്ണേ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ വലിപ്പത്തെ ഇപ്പോഴേ തിരിച്ചറിഞ്ഞോ, ഇപ്പോഴേ മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം നമുക്ക് വേണ്ടേ. അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ എന്റെ പെങ്ങളെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഖബറിന്റെ ഉടമയായത്. പള്ളിക്കലിലെ പെങ്ങളോട് ഞാൻ ഈ ചരിത്രം പറയുമ്പോ അല്പ സങ്കടത്തോടുകൂടിയാ പറയുന്നത്. എന്തിനെന്നറിയോ? എത്ര കൊല്ലം അത് പറഞ്ഞാൽ, എത്ര വാത് കേട്ടാൽ മനംമാറ്റത്തിന്റെ മാറ്റം മുഴങ്ങാത്ത കൽവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പൊന്നുമോളെ, ഖബറിന്റെ അകത്ത് ആരോരുമില്ലാത്ത ഖബർ, ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ. അല്ലാഹുവേ, ഈ ഖൗമിന് എന്താണ് പേടിയാകാത്തതല്ലോ, എന്താണ് അവർക്ക് ഭയം വരാത്തതല്ലോ? ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അകത്ത് ആരുമില്ല മുസ്ലിമേ, ആരുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഈ ഖബറിന്റെ അകത്തിരുന്ന് എപ്പോഴും സൗന്ദര്യം ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിരിക്കും നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇത് മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്, ഇത് മാശിത്ത റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. എന്തേ മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബർ ഇങ്ങനെ സുഗന്ധം പുറത്തു വരാൻ കാരണമെന്തേ? എത്രയോ ഖബർ പൊട്ടി ചീഞ്ഞടിഞ്ഞ് ദുർഗന്ധം പുറത്തു വരികയാ. മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്ന് സുഗന്ധം പുറത്തു വരാൻ കാരണമെന്തേ? എന്റെ പെങ്ങളെ പഠിച്ചോ, നമസ്കാരം കളാക്കിയിട്ട് സാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന പെങ്ങളെ, ളുഹർ നമസ്കാരം കളാക്കിയിട്ട് കല്യാണ ഓഡിറ്റോറിയത്തിൽ കണ്ടവന് മുഖം കൊടുക്കാൻ, പള്ള കാണിക്കാൻ, നമ്പർ കൊടുക്കാൻ, ചിരി കൊടുക്കാൻ അല്ലാഹയെ മറന്ന് കറങ്ങുന്ന പെണ്ണേ, മാശിത്ത റളിയല്ലാഹു തആല മുസ്ലിമാണെന്നറിഞ്ഞപ്പോ മാശിത്ത റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് മാശിത്ത റളിയല്ലാഹു അൻഹയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ആ മാശിത്ത റളിയല്ലാഹു അൻഹയുടെ 2 കൈയും പിടിച്ച് കെട്ടുകയാണ്. മാശിത്ത റളിയല്ലാഹു അൻഹ നിലവിളിക്കുകയാണ്, മണലാരണ്യത്തിൽ കിടത്തി ഉരുട്ടുകയാണ്. എന്നിട്ട് മനസ്സ് മാറാത്തത് കൊണ്ട് മാശിത്തയുടെ കൈകാലിന്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇത് കെട്ടുകഥയല്ല, ഇത് നോവലല്ല, ഇത് ചെറുകഥയല്ല, ലോക ചരിത്രം കണ്ട് പൊട്ടിക്കരഞ്ഞു പോയ രംഗമാണ്. ഇന്നും ആ ചരിത്രം ആകാശത്തിന് സങ്കടമാണ്. ഇന്നും ആ ചരിത്രം, എന്റെ പ്രിയമുള്ളവരെ, മദീനയുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിന്റെ വേദനയാണ്. ആർക്കാണ് സഹിക്കാൻ പറ്റുക? മാശിത്ത റളിയല്ലാഹു അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പ് കൊണ്ടുവന്നു. പെണ്ണെ മാശിത്ത, കുറച്ചു സമയം കഴിയുന്നതിന് മുമ്പ് ഈ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് നിന്നെ വലിച്ചെറിയും പെണ്ണെ. അല്ലാഹുവിന്റെ വലിപ്പത്തരത്തെ നിഷേധിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ആ പടച്ചവനക്കാരൻ ഒരാളെ റബ്ബായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് ആരോഗ്യം തന്ന അല്ലാ, കണ്ണ് തന്ന അല്ലാ, സുഖം തന്ന അല്ലാ, മറന്നില്ലേ പള്ളിക്കലിലെ പെങ്ങളെ ലിറ്റിക്കു ചുണ്ടിൽ പുരട്ടുമ്പോ അല്ലാഹു കുഷ്ഠരോഗം ലോകത്ത് കൊടുത്ത പെണ്ണിനെ കുറിച്ച് എന്റെ പള്ളിക്കലിൽ വന്ന പെങ്ങളെ നീ ആലോചിക്കണം പൊന്നുമോളെ, ആലോചിക്കണം പൊന്നുമോളെ. ഭർത്താവിനെ മറന്നുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തെ വാതില് ആരോഗ്യമുള്ള ജിമ്മിന് പോകുന്ന ചെറുപ്പക്കാരന്റെ മസിൽ കണ്ടു കൊതിച്ചിട്ട് പാതിരാവിന്റെ തണുപ്പൊന്ന് ചൂടാക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് അറവൊരുക്കുന്ന പെണ്ണേ, ഒരു
കുടുംബജീവിതം കിട്ടാൻ വേണ്ടി അല്ലാഹുവേ ഒരുപാട് പണപ്പിരിവ് നടത്തിയിട്ട് തികയാതെ വന്നപ്പോ ചുരിദാറിന്റെ ഷാള് കഴുത്തിൽ തൂക്കിയിട്ട് യതീമീങ്ങളായ എത്ര പെൺമക്കളോ കേരളത്തിന്റെ മണ്ണിനെ ചത്തടങ്ങിയിറന്ന് എന്റെ പ്രിയപ്പെട്ട അടുക്കളയുടെ പിന്നാപുറത്തെ വാതിന് കണ്ടവന് തുറന്നു കൊടുക്കുന്ന പെണ്ണ്, നീ ചിന്തിക്കണം പെണ്ണ്, നീ ചിന്തിക്കണം പെണ്ണ്, നീ ചിന്തിക്കണം പെണ്ണ്. ആശിത്ത റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചവനാണ് വലുത്, എനിക്ക് പേടിയില്ല. മാഷിത്തയുടെ വാപ്പ പറഞ്ഞു, എന്നാൽ ആ മാഷിത്തയുടെ മക്കളെ കൊണ്ടുവന്ന് എണ്ണയിലറിയുക 3 മക്കളാ, 3 പെൺമക്കളാ, 3 പെൺമക്കളാ. മൂത്ത പെൺകുട്ടിയെ കൊണ്ടുവന്ന് 6 വയസ്സ്. അല്ലാഹുവേ അല്ലാഹുവേ, ഉമ്മ നോക്കി നിൽക്കുമ്പോ പൊന്നുമോളെ തിളച്ചു പറയുന്ന എണ്ണയിൽ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മാന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിന്റെ കത്ത് കിടന്ന് നിലവിളിക്കുമ്പോഴും മാഷിത്താഹു എന്നെ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ മനസ്സ് മാറൂല. കേവലം ഒരു വൈഡൂര്യത്തിന്റെ കല്ലുവിരൽ മോതിരമായിട്ട് കിട്ടിയപ്പോ പടച്ചവനെ മറന്ന പെണ്ണേ, സുഖം കിട്ടിയപ്പോ സന്തോഷം കിട്ടിയപ്പോ അല്ലാഹെ മറന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്ന ചെറുപ്പക്കാരാ, അല്ലാഹ് പൊറുപ്പ് തരട്ടെ പോലെ പള്ളിക്കകത്ത് പോയി സംഘപൊട്ടി ദുആ ചെയ്യണോ, കണ്ണിളകി വീഴുന്ന തൗബ ചെയ്യണോ, കൽബ് പൊട്ടി പോകുന്ന തൗബ ചെയ്യുമോനെ, അല്ലാഹ് പൊറുപ്പ് തരട്ടടോ. ഇത്രയും കാലമായിട്ട് പടച്ചവന്റെ മുമ്പിലൊന്ന് കരയാൻ പറ്റിയോ? ആശിത്ത റളിയല്ലാഹു അൻഹയുടെ ഒരു പൊന്നുമോള് കരിഞ്ഞ ദുർഗന്ധം വരുന്നു. തിളച്ചുമറിയുന്ന എണ്ണയുടെ ടിന്ന് കാലിയാക്കി രണ്ടാമത് അതിനെ കാലിളയ കുഞ്ഞിനെ പിടിക്കുകയാണ്. ആശിത്ത റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പൊട്ടി. അല്ലാഹുവേ, മാതാവിന്റെ മാറിടത്തോടെ ചേർന്നിരുന്ന മുത്തം കൊടുക്കുന്ന രണ്ടാമത്തെ പൊന്നുമോളെ വലിച്ചെറിയുമ്പോ 3ാമത്തെ കുഞ്ഞ് ചെറിയ പ്രായവാ. അല്ലാഹുവേ, മുലകുടി മാറാത്ത 3ാമത്തെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച മാഷിത്തോ ഒരൽപ്പമൊന്ന് ചിന്തിച്ചു പോയി റബ്ബേ. എന്റെ ഈ പൊന്നുമോളെ കണ്ണു നിറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. മക്കളെ വാരി പുടരുന്ന പള്ളിക്കലിലെ ഉമ്മ, മക്കളെ സ്നേഹിക്കുന്ന കല്ലമ്പലത്തെ ഉമ്മ, നിന്റെ മക്കൾക്ക് പനി വന്നോ? ഉറക്കമില്ലാതെ പൊട്ടിക്കളയുന്ന സമുദായത്തിന്റെ മാതൃത്വത്തിന്റെ മാനവ സമുദായത്തിന് മാതൃക കൊടുക്കുന്ന മുസ്ലിം ഉമ്മമാരെ ലോകത്തേറുമ്മാക്കാണ് സഹിക്കാൻ പറ്റുക. പക്ഷേ എന്റെ മക്കളെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ്, എന്റെ ജീവിതത്തെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ്, എന്റെ ദുനിയാവിനെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ് എന്ന് ചിന്തിച്ചു പോയ മാഷിത്ത. എങ്കിലും ഉമ്മയുടെ മനസ്സല്ലേ, കുഞ്ഞിന്റെ കൽബല്ലേ, ആ കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് കണ്ണ് കഴകന്നു പോയി ആ കുഞ്ഞിനെ എണ്ണയിലേക്ക് എറിയാൻ പോകുമ്പോ വേണ്ട എന്നറിയാതെ മാഷിത്ത ഒരു വാക്ക് പറഞ്ഞു പോയപ്പോ കിതാബ് പരിശോധിക്കണം മുസ്ലിമേ. ആ കിതാബിന്റെ ഉള്ളറകളിൽ സംസാരശേഷി അല്ലാഹു കൊടുക്കുന്ന പ്രായത്തിന് മുമ്പ് സംസാരിച്ച 4 മക്കളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോളെ ചരിത്രം പറയുന്നുണ്ട്. അതെ, ചെറിയ പ്രായത്തില് 2 വയസ്സിന് മുമ്പ് ഉമ്മയോട് വലിയ സ്ത്രീയെ പോലെ സംസാരിച്ച ഒരു കുഞ്ഞാണ് മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള്. ഉമ്മ, ഇതൊരു തീയല്ല ഉമ്മ, ഇതൊരു ചൂടല്ല ഉമ്മ. യഥാർത്ഥ തീയും ചൂടും ഒക്കെ നരകത്തിലാണ് ഉമ്മ. എന്റെ ഉമ്മച്ചയ്ക്ക് സ്വർഗം കിട്ടും ഉമ്മ, എനിക്ക് സ്വർഗം കിട്ടും ഉമ്മ. സംസാരിക്കുന്ന സമയമാകുന്നതിന് മുമ്പ് വേദനിക്കുന്ന ഉമ്മയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ ചരിത്രത്തിലെ 4ാമത്തെ കുട്ടിയാ ആശിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോളെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പള്ളിക്കലിൽ വന്നവരെ, അല്ലാഹുവിന്റെ വലിപ്പത്തിനെ അംഗീകരിക്കോ. നിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതെന്താ? നിന്റെ സമ്പത്താണോ, നിന്റെ കൊട്ടാരമാണോ, നിന്റെ രാഷ്ട്രീയമാണോ, നിന്റെ അധികാരമാണോ, നിന്റെ സ്ഥാനമാനമാണോ, നിന്റെ കാമപ്രാന്താണോ, നിന്റെ പണപ്രാന്താണോ, നിന്റെ അധികാരത്വരയാണോ, നിന്റെ സിനിമാ പ്രേമമാണോ, നിന്റെ ആഡംബരമാണോ, നിന്റെ അഹങ്കാരമാണോ, നിന്റെ ആർത്തിയാണോ, നിന്റെ അഹംഭാവമാണോ, നിന്റെ അലങ്കാരമാണോ, നിന്റെ ആഡംബരമാണോ? അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പണച്ചാന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നടന്നു പോകോ. എന്ത് ചെറുപ്പക്കാര് മനസ്സ് വെക്കുക, എന്ത് ചെറുപ്പക്കാര് മനസ്സ് വെക്കുക. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ മുത്ത റസൂൽ പറഞ്ഞു അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു അക്ബർ. ബദറിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പട്ടിണി കിടന്ന 313 സഹാബികൾ ആവേശത്തോടെ പറഞ്ഞു അല്ലാഹു അക്ബർ. നിങ്ങളെ കൊല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടെന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോ ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂ വഖാലൂ ഹസ്ബുനല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോ മതിയല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിപ്പോര ബദരീങ്ങൾ ബിരിയാണി കഴിക്കാൻ മാത്രമുള്ളവരല്ല, വിപ്ലവ പ്രഭാഷണത്തിന് മാത്രമുള്ളവരല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, മനമാറ്റത്തിന്റെ മാറ്റിൽ വിടക്കുന്ന പടക്കുതിരകളായി തിരുവനന്തപുരം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പെണ്ണിനും കള്ളിനും കഞ്ചാവിനും അടിപ്പെടാറ് ആൺകുട്ടികളെ പോലെ പടച്ചവന്റെ പൊരുപ്പത്തിന് ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന തീരുമാനത്തോടെ ജീവിക്കാൻ ഇറങ്ങുക. അല്ലാഹുവിന്റെ മുമ്പിൽ മുത്ത് റസൂലിന്റെ മുന്നിൽ ഒരു സിനിമയും തന്നെ വേട്ടയാടൂല, ഒരു സുന്ദരിയും തന്നെ വേട്ടയാടൂല, ഒരു ആഡംബരവും തന്നെ മാടി വിളിക്കൂല. അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയോട് പറയുകയാണ് അലാ അദുല്ലുക കൻസും മിൻ കുനൂസിൽ ജന്നാ. സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട ഒരു നിധിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? 2 കാര്യങ്ങൾ അത് പറഞ്ഞ് നമുക്ക് അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. 2 കാര്യങ്ങൾ. ഒന്ന്, സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട ഒരു നിധി, അതൊരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വലിപ്പത്തരത്തെ അംഗീകരിക്കുന്ന ഒരു ദിക്ർ കൊണ്ടു നടക്കണം ജീവിതത്തിൽ. നമ്മൾ ആരുമല്ല എന്ന് 101 വട്ടം അല്ലാഹുവോട് എപ്പോഴും പറയണം. വളരെ വേഗം അത് പറഞ്ഞിട്ട് ദുആ ചെയ്യും. വളരെ വേഗം, ഒരു സമയം പാഴാക്കി കളയില്ല. ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 100 ദിർഹം ഒരു ദിവസം സ്വതക്ക ചെയ്യുന്നതിന് പകരം ഒരു ദിക്റുണ്ട്. അത്രയും വലിയ പുണ്യം നിനക്ക് കിട്ടുന്ന ഒരു ദിക്ർ. 100 ദിർഹം സ്വതക്ക ചെയ്യുന്നതിനേക്കാളും പുണ്യം കിട്ടുന്ന ഒരു ദിക്ർ. ആ ദിക്ർ ഏത് എന്ന് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ല അൻ നഖൂല അല്ലാഹു അക്ബർ 100 മറ. 100 പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലിയവൻ. എനിക്ക് വീടുണ്ട്, മക്കളുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷേ അതൊക്കെ തകരാൻ ഒരു സെക്കൻഡ് മതി. ശരീരത്തിന്റെ ബ്ലഡിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ടെന്ന് ഡോക്ടർ കണ്ടാൽ കോടിപതിയാണെങ്കിലും അവൻ മണ്ണിലിരുന്ന് കരയും. പിന്നെ രക്ഷയില്ല. അത്ഭുതകരമായിട്ട് ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് ആ രോഗത്തെ ചെറുതായിട്ടൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാമെങ്കിലും ഇന്നസെന്റ് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അതിനുശേഷം ഇന്ന് വരെ മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ, പാർലമെന്റിൽ പോലും മൈക്കിന്റെ മുമ്പിലേക്ക് നിന്നാൽ, സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ആദ്യം വായിൽ വരുന്നത് ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ചാണ്. എന്താണ് എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. ഒരു മനുഷ്യന്റെ കഴിവ് നഷ്ടപ്പെടൂല, ഒരിക്കലും നഷ്ടപ്പെടൂല. ഒരു മനുഷ്യനുള്ള കഴിവ് അവന്റെ കഴിവായിട്ട് തന്നെ ഉണ്ടാവും. അത് ശരീരത്തിന്റെ ഏതു ഭാഗം അടർന്നു പോയാലും, കൈയും കാലും ഇല്ലാതെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടല്ലോ. വായിൽ ബാറ്റ് വെച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ചരിത്രം രചിച്ചവരുണ്ട്, വായ കൊണ്ട് ചിത്രം വരച്ചവരുണ്ട്. കഴിവുണ്ട്. പക്ഷേ ഈ കഴിവ് എന്തുകൊണ്ട് ഇപ്പോൾ യുവരാജ് സിംഗിന് തന്റെ ക്രിക്കറ്റ് ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ രോഗത്തിന്റെ ഭയം എപ്പോഴും അയാളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസറിന്റെ അണുക്കളെക്കാൾ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവായിട്ടുണ്ടോ എന്ന്. അത് ആ രോഗികളുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ വലിപ്പത്തെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. അള്ളാഹു വലിയവൻ, അള്ളാഹു വലിയവൻ. 100 പ്രാവശ്യം പറഞ്ഞാൽ 100 ദിർഹം സ്വതക്ക ചെയ്ത കൂലി നബി മുഹമ്മദ് മുസ്തഫ. എവിടെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളോട് പറയാൻ, സ്വർഗത്തിന്റെ നിധി കൂമ്പാരത്തിൽപ്പെട്ട ഒരു വലിയ നിധി. ഈ ദിക്ർ ചൊല്ലിയവർക്ക് സ്വർഗം ആ നിധി ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കും. അള്ളാഹുവിനോട് ചോദിക്കുമത്ര, എവിടെ എന്നെ സ്നേഹിച്ചവരെവിടെ,
എന്നെ പറഞ്ഞവരെവിടെ? എന്നെ കൊണ്ടു നടന്നവരെവിടെ? അവരില്ലാതെ ഈ സ്വർഗത്തിനെന്ത് സന്തോഷമാണെന്ന നിധികൂമ്പാരം പടച്ചവനോട് ചോദിക്കുന്ന ഒരു ലോകമുണ്ടത്രേ. അവിടേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ മനോഹരമായ ദിക്ർ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ദിക്ർ നമുക്കിന്ന് പറയണം. അല്ലാഹു അക്ബർ നമുക്കിന്ന് പറയണം. 11 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞ് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത, ഒരിക്കലും നമ്മുടെ കൽവിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 11 സ്വലാത്ത് ചെല്ലണം. 11 സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, മനസ്സിന്റെ അകത്ത് ചിന്തിക്കണം, മരണമെടുത്തു പോയി, മരിക്കാൻ സമയമായി, ലോകം അവസാനിക്കാൻ സമയമായി. ഒരുപാട് ആളുകൾ മുത്തുനബിയെ അങ്ങയെ കണ്ടവരാണ്, ഞങ്ങൾ കണ്ടില്ല നബിയേ. ഒന്ന് കാണാനുള്ള മഹാഭാഗ്യം തരണമെന്ന് സ്വർഗത്തിന്റെ വേദിയല്ലേ, പറയാൻ കഴിയില്ല. അള്ളാന്റെ അപാരമായ റഹ്മത്ത് ഇറങ്ങുന്ന വേദിയാണ്. ഈ സദസ്സിലിരുന്ന് അങ്ങനെ ഖൽബ് കൊണ്ട് നിയത്തിയത് ആ മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ടു മരിക്കാനുള്ള കൊതി മനസ്സിന്റെ അകത്ത് കൊണ്ടുവരിക. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗകിൻ നിറദീപമേ ഹാദിയേ കനവിൽ വരാത്തതെന്താ? അല്ലാഹുവേ, കരയാത്ത ആശിക്കീങ്ങളുണ്ടോ? പ്രേമിക്കാരെ ജീവിച്ച വിശ്വാസികളുണ്ടോ? പൊട്ടിക്കരയാത്ത മോമിനീങ്ങളുണ്ടോ? പള്ളിക്കലിന്റെ സ്വർഗത്തിന്റെ വേദിയിരുന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളും ഇന്ന് സങ്കടപ്പെടുകയാ, നമ്മളും ഇന്ന് വേദനിക്കുകയാ. ആ വേദനയോടെ 11 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മുത്തുനബിയെ കാണണമെന്ന കൊതിയോടെ, മനസ്സിന്റെ അകത്ത് ആ കൊതിയോടെ നിയത്ത് വെച്ചിട്ട് സുറക്ക പറയണം അൽഹംദുലില്ലാഹ്. അരപ്പവന് സ്വർണ്ണാഭരണം ഇവിടത്തെ പെൺകുട്ടിയെ ഇന്ന് നിക്കാഹ് കഴിപ്പിച്ചു വിടുന്നു എന്ന് സംഘാടകര് ഞാൻ കൊടുക്കുന്ന ഫോൺ നമ്പറിലൂടെ വിളിച്ചു പറയുന്നവോ, അന്ന് ഉസ്താദ് ഒരു 2 ആഴ്ച മുമ്പ് അവര് വിളിച്ചു പറഞ്ഞിട്ട് അടുത്ത മാസം കല്യാണമാണ് ഇക്കാര്യങ്ങൾ നൗഷാദ് ഉസ്താദിന്റെ വേദി പറഞ്ഞ അരപ്പവന്റെ സ്വർണം തരണേ എന്ന് പറയുമ്പോ, അരപ്പവന്റെ സ്വർണം ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം ഉസ്താദേ. ഒരുപാട് പണമുള്ളത് കൊണ്ടൊന്നുമല്ല, ഒരുപാട് ഗമ കാണിക്കാനൊന്നുമല്ല. അല്ലാഹുവല്ലേ വലിയവൻ. എന്റെ മക്കള് ഭക്ഷണം കഴിക്കുന്നത് അല്ലാഹു തന്നത് കൊണ്ടാണ്. ഞാൻ പട്ടിണിയില്ലാതെ ജീവിക്കുന്ന എന്റെ റബ്ബ് തന്നത് കൊണ്ടാണ്. എനിക്ക് രോഗം തരാത്തത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ പടച്ചവന്റെ വലിപ്പത്തെ 100% അംഗീകരിച്ചുകൊണ്ട് എനിക്ക് അല്ലാഹു തന്നതിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്ന ഓരോ പദം വെച്ച് ചോദിച്ചാൽ പള്ളിക്കലിൽ പറയാ 100 കണക്കിന് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പാവപ്പെട്ടവർ കൂടി ഒന്ന് പറയട്ടെ എന്ന് കൊതിക്കുകയാ, സാധുക്കൾ കൂടി ഒന്ന് പറയട്ടെ എന്ന് കൊതിക്കുകയാ. ഒന്നാമത്തെ ആള് വേഗം 5 മിനിറ്റ് കൊണ്ട് ദുആയിലേക്ക് വരണം, ദിക്ർ ചൊല്ലണം. ഒന്നാമത്തെ ആള് വേഗം കൻസുമിൻ കുനൂസിൽ ജന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാ, സ്വർഗ്ഗത്തിന്റെ നിധിയിൽപ്പെട്ട ഒരു വലിയ നിധി. ആ ദിക്ർ നിരന്തരം ചൊല്ലുന്നവർക്ക് ഈ നിധി അവരെ മാടി വിളിക്കും. അതില്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല എന്ന് പറയും. അത് ഇന്ന് തുടങ്ങി നാളെ ഒരു 100 പ്രാവശ്യം ചൊല്ലി, മറ്റന്നാൾ 100 ചൊല്ലി, പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ ആവരുത്. ഇവിടെ നിന്ന് നിയത്തിണം, മരിക്കുന്നത് വരെ അല്ലാഹ് ഒരു ദിവസം 100 പ്രാവശ്യം. ചെറിയ ദിക്റാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. വണ്ടി ഓടിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും പള്ളിയിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാതെയൊക്കെ. ഇപ്പൊ സിയാറത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറിയ അനുഭവം പറയാം. നാഗൂർ, രാമേശ്വരം, അങ്ങനെ എല്ലായിടത്തും പോയി. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന കൂട്ടത്തില് 2-3 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് അജ്മീർ ഇങ്ങനെ പ്രസംഗം ഇല്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെ പോകണമല്ലോ. മഹാന്മാരെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വലിയ മഹാന്മാരാവരുത്, മഹാന്മാരെ തിരിച്ചറിയണം. അങ്ങനെ പോയി മടങ്ങി വരുമ്പോ ഇതുവഴിയാ വന്നത്. ഇങ്ങനെ പോയി മലപ്പുറത്ത് നിന്ന് അങ്ങനെ പോയി കറങ്ങി തിരുവനന്തപുരം ഇങ്ങനെ തക്കല വഴി ഇങ്ങനെ തിരിച്ചു വന്നു. 2-3 ഉസ്താദ്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ വന്നിട്ട് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണ്. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ തമിഴ്നാട്ടിലെ ഓരോ പള്ളികളിലും നിസ്കരിക്കാൻ വേണ്ടി കയറിയാലും, ഒതുകൊടുക്കാൻ വേണ്ടി കയറിയാലും, എപ്പോഴും കയറിയാലും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ദിക്ർ, അദ്ദാർ, അത്തീബ്, സ്വലാത്ത്, ദുആ ആയിട്ട് കുറെ ആളങ്ങനെ കൂടുകയാണ്. അപ്പൊ എന്റെ വള്ളിയിൽ നിന്ന ഉസ്താദ് വലിയ മഹാനുണ്ട് മലപ്പുറത്ത്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലേക്ക് കയറുമ്പോൾ ഇതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. കറക്റ്റാണ്. പാറശാല പള്ളി ഒന്ന് മാറി നിസ്കരിക്കാനായിട്ട് ഇന്നലെ അൽഹംദുലില്ലാഹ് കയറി. നിസ്കരിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞതും നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ പള്ളിയുടെ ഫ്രണ്ടിലടി.
മൂന്നാലെണ്ണം നിസ്കാരം കഴിഞ്ഞവര് തന്നെ വന്നിട്ട് അങ്ങനെ ചർച്ച നിന്റെ മോളവൻ കൊണ്ടുപോയി അവൻ കൊണ്ട് എങ്ങനെ അടിയാ കറക്റ്റ് അങ്ങനെ തന്നെ നടന്നു. നമ്മുടെ നാട്ടിലേ ഇതുള്ളൂ. പള്ളിക്ക് അകത്ത് വിളിച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ അടി. വെള്ളിയാഴ്ച വന്നാലും ഹൗദിന്റെ മുകളിൽ കാലും പൊക്കി വെച്ച് വാപ്പാക്ക് കമ്പനിയൊക്കെ കാണിച്ചു കൊടുത്ത് ചൊറിഞ്ഞങ്ങ് നിൽക്കാൻ നോക്കാം. ഒരിക്കലും കൽബിന്റെ അകത്ത് തട്ടുന്നില്ലല്ലോ. ഇത് കബറാണ്, അല്ലെങ്കിൽ ഇത് വെള്ളിയാഴ്ചയാണ്, നമുക്ക് കിട്ടിയ ദിവസമല്ലേ, അതൊന്നും ചിന്തിക്കൂല. നമ്മളങ്ങനെ ആവരുത് സഹോദരങ്ങളെ. അൽഹംദുലില്ലാഹ് മാറ്റം ഉണ്ടാവണം. ഞാൻ മരണപ്പെട്ടു എന്ന് നിങ്ങളറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ രക്കണം. അല്ലാതെ വാട്സപ്പിലും മറ്റുമൊക്കെ പറഞ്ഞതുപോലെ കേട്ട് വെറുത്ത് ദുആ ചെയ്യാതിരുന്ന് കളയരുത്. ഒരു വരി മതിയല്ലോ. അള്ളാഹു ആ കൂട്ടുകാരന് പുറത്തു കൊടുക്കണം. ഇത്രയും ആളുകളിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ ഒരാളെയെങ്കിലും അള്ളാഹു പരിഗണിച്ചാൽ ഈ പാവപ്പെട്ടവർ രക്ഷപ്പെടും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ നരകം അള്ളാഹു കൊടുക്കുന്നത് പ്രഭാഷകന്മാർക്കാണ്. ഇപ്പൊ നല്ല രസമാണ്, വിളിച്ചു പറയും ഉസ്താദ് കടന്നു വരുന്നു, തുടരുത്, പിടിക്കരുത്, ക്ഷീണത്തിലാണെന്നൊക്കെ അങ്ങനെ വിളിച്ചു പറയും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്ലോ മോഷനിൽ വരും, ആൾക്കാരൊക്കെ മാറി ഭയങ്കര തക്കുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കയറ്റും. നല്ല ഗമയും നല്ല പവറും, കാണുമ്പോൾ നല്ല സുഖം, എവിടെയും വിളിച്ചു ബോർഡ് നോട്ടീസും. നല്ല ചിന്തിക്കുന്നവരൊക്കെ പറയും, ഓ അല്ലാത്ത ഇത് തന്നെ പദവിയാണ്, ഗമയാണ്, ഇപ്പൊ ഒക്കെ പറയും. അതൊക്കെ ദുനിയാവില് അള്ളാന്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ വ്യഭിചാരിക്കല്ല, കള്ളുകുടിയനല്ല, പെണ്ണുപിടിയനല്ല, പലിശക്കാരനല്ല. അവരെക്കാൾ കൂടുതൽ കിട്ടുന്നത് പ്രഭാഷകന്മാർക്കാണ്. ആ പ്രഭാഷകന്മാർക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കപ്പുറത്താണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരായിരിക്കും ഏറ്റവും അധികം നരകത്തിൽ കിടന്ന് കത്തുന്നത്. അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട ചെറിയ അൻവർ ബാക്കി ഉസ്താദ്, പൊട്ടച്ചെറുത്തെ എൻ്റെ കൽബായ കാപ്പിൽ ഉമർ ഉസ്താദ്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവി ഉമ്മ, വരവൂരും മസ്താൻ, അങ്ങനെ തുടങ്ങി മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ ഹക്കുകൊണ്ട് അത്തരം വിഭാഗത്തെ തൊട്ട് കാത്തിരക്ഷിച്ച് വലിയ ഉസ്താദുമാര് കടന്നു പോകുന്നതിന്റെ പിന്നാലെ കടന്നു പോകുന്ന ഒരു മുത്തഅല്ലിമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പള്ളികളും എല്ലാ മദ്രസകളും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തണം, സഹായിക്കണം, സംരക്ഷിക്കണം. അൽഹംദുലില്ലാഹ് നിങ്ങളോടൊപ്പം ഈ സാധുവായ നിങ്ങളുടെ നാട്ടുകാരനായ കൂട്ടുകാരനുണ്ടാവും. അള്ളാഹു ജീവിപ്പിച്ചു തരട്ടെ. എല്ലാ ആളുകൾക്കും നമ്മെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹുടെ കൽബിൽ വെളിച്ചം കൊടുക്കട്ടെ. അള്ളാഹുടെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കട്ടെ, സംതൃപ്തി കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്യാം. പാവലയുടെ ഏറ്റവും